അസ്സലാമു അലൈക്കും. അന്നഹുൽ വാളിഹ് അറബിക് ഗ്രാമർ 27-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അൽ ഫിഉലുൽ മുദാരിഉൽ മുഅത്തലുൽ ആഖിരി വ അഹ്വാലു ഇഅ്റാബിഹി. ദുർബലാന്ത്യ മുദാരി ക്രിയകളുടെ ഇഅ്റാബിന്റെ അവസ്ഥകളെ സംബന്ധിച്ചാണ് നാം ഈ പാഠത്തിൽ പരിചയപ്പെടുന്നത്. അന്ത്യം ദുർബലമായ മുദാരി ക്രിയകളുടെ ഇഅ്റാബിന്റെ അവസ്ഥകൾ. മുഅത്തലുൽ ആഖിർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ത്യം ദുർബലമായ അലിഫിലോ വാവിലോ യായിലോ അവസാനിക്കുന്ന ദുർബലാക്ഷരങ്ങളായ ഇവയിൽ അവസാനിക്കുന്ന ക്രിയകളെയാണ് അന്ത്യം ദുർബലമായ മുദാരി ക്രിയകൾ എന്ന് നാം മുൻപ് പഠിച്ചിട്ടുണ്ട്. അൽ ഫിഉലുൽ മുദാരിഉൽ മുഅത്തലുൽ ആഖിരി യുർഫഉ ബിളമ്മത്തിൻ മുഖദ്ദറത്തിൻ അലൽ അലിഫി വൽ വാഇ വൽ യാഇ. അന്ത്യം ദുർബലമായ മുദാരി ക്രിയ റഫ് ചെയ്യപ്പെടുന്നത് അലിഫിലും വാവിലും യായിലും ലമ്മ് സങ്കൽപ്പിച്ച് കൊണ്ടാണ്, പ്രകടമായ നിലക്ക് അല്ല. മുഖദ്ദറത്തൻ അലൽ അലിഫി വൽ യാഇ വൽ വാവി. അലിഫിലും വാവിലും യായിലും ലമ്മത്തിനെ സങ്കൽപ്പിച്ചു കൊണ്ടാണ് അവക്ക് റഫ് ചെയ്യപ്പെടുന്നത്. വയുൻസബു ബിഫത്ഹത്തിൻ മുഖദ്ദറത്തിൻ അലൽ അലിഫി വലോഹിറത്തിൻ അലൽ വാവി വൽ യാഇ. നസ്ബ് ചെയ്യപ്പെടുന്നത് അന്ത്യം ദുർബലമായ മുദാരി ക്രിയ നസ്ബ് ചെയ്യപ്പെടുന്നത് അലിഫിൽ ഫത്ഹ് സങ്കൽപ്പിച്ചുകൊണ്ടും വാവിലും യായിലും പ്രകടമായ നിലക്കുമാണ്. വയുജ്സമു ബിഹദ്ഫിൽ ആഖിരി. അന്ത്യം ദുർബലമായ മുദാരി ക്രിയ ജസ്മ് ചെയ്യപ്പെടുന്നത് അന്ത്യത്തിലെ ആ ദുർബലാക്ഷര ക്രിയയെ കളഞ്ഞുകൊണ്ടുമാണ്. നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകും. ആദ്യത്തെ 9 ഉദാഹരണങ്ങൾ. ആദ്യത്തെ 3 അലിഫിൽ അവസാനിക്കുന്നതാണ്. ചുവന്ന കളറിൽ നാം അടയാളപ്പെടുത്തിയ ആദ്യത്തെ 3 യതഅദ്ദ, അഖ്ശ, തൻസ ഉച്ചാരണമാണ് അവലംബം എന്ന് നാം മുൻപ് പഠിച്ചിട്ടുണ്ട്. യതഅദ്ദൽ ഉലാമു അഖ്ശൽ ബർദ ലിമാദ തൻസ വഅദക. യതഅദ്ദൽ ഉലാമു ആൺകുട്ടി ഊണ് കഴിക്കുന്നു. അഖ്ശൽ ബർദ ഞാൻ തണുപ്പിനെ പേടിക്കുന്നു, ഭയപ്പെടുന്നു. ലിമാദ തൻസ വഅദക നീ എന്തുകൊണ്ടാണ് വാഗ്ദാനങ്ങൾ മറക്കുന്നത്. 4, 5, 6 ഉദാഹരണങ്ങൾ. അൻത തദ്നു മിനൽ കബ്ശി നീ ആടിനോട് അടുക്കുന്നു. 6 യസ്ഫുൽ ജവ്വു അന്തരീക്ഷം തെളിയുന്നു. 6ാമത്തെ ഉദാഹരണം യഉദു അൽ ഹിസാനു കുതിര ഓടുന്നു. 7, 8, 9 ഉദാഹരണങ്ങൾ. അഷ്തഹി അത്ആമ ഞാൻ ഭക്ഷണം ആഗ്രഹിക്കുന്നു, ഞാൻ ആശിക്കുന്നു. യജ്രിൽ മാഉ വെള്ളമൊഴുകുന്നു. യഅവി അദ്ദിഉബു ചെന്നായ ഓരിയിടുന്നു. ഇതിലെ ആദ്യത്തെ 3 ഉദാഹരണങ്ങൾ യതഅദ്ദ, അഖ്ശ, തൻസ ഇവ അലിഫുകളിൽ അവസാനിക്കുന്ന ദുർബലാക്ഷര ക്രിയ, അലിഫ് എന്ന ദുർബലാക്ഷര ക്രിയയിൽ അവസാനിക്കുന്ന മുദാരിയായ പദമാണ്. 4, 5, 6 തദ്നു, യസ്ഫു, യഅദു എന്നീ മുദാരി ക്രിയകൾ വാവിൽ അവസാനിക്കുന്ന ഫിഉലുൽ മുഅത്തലുൽ ആഖിറാണ്. അഷ്തഹി, യജ്രി, യഅവി 7, 8, 9 ഉദാഹരണങ്ങളിലെ ഈ മുദാരി ക്രിയകൾ യായിൽ അവസാനിക്കുന്ന മുഅത്തലുൽ ആഖിറായ മുദാരി ക്രിയയാണ്. ഈ 9 ഉദാഹരണങ്ങളിലെ മുദാരി ക്രിയകളൊന്നും തന്നെ നൂനുൽ തൗക്കീദുമായോ നൂനുൻ നിസ്ഫയുമായോ ചേർന്ന് വന്നിട്ടില്ല. യതഅദ്ദ, അഖ്ശ, തൻസ, തദ്നു, യസ്ഫു, യഉദു, അഷ്തഹി, യജ്രി, യഅവി ഇവയോടൊന്നും കൂടി തന്നെ നൂനുൽ തൗക്കീദോ തൗക്കീദിന്റെ നൂനോ നൂനുൻ നിസ്ഫയോ ചേർന്ന് വന്നിട്ടില്ല. അതിനാൽ ഇവ മുഅറബ് ആണ്. നൂനുൻ നിസ്ഫയും നൂനുൽ തൗക്കീദും മുദാരി ക്രിയകളുമായി ചേർന്ന് വരുന്ന സന്ദർഭത്തിൽ അത് മബ്നി ആയിരിക്കും എന്ന് നാം മുൻപ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 9 ഉദാഹരണങ്ങളിലെ മുദാരി ക്രിയകളും മുഅറബ് ആണ്. അതുപോലെ തന്നെ ഈ 9 മുദാരി ക്രിയയുടെ മുൻപിലായിക്കൊണ്ട് നവാസിബിന്റെയോ ജവാസിബിന്റെയോ അദാത്തുകളൊന്നും അവക്ക് മുമ്പിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവ മർഫൂ ആണ്.
അലിഫ്, വാവ്, യാ ഇവയിൽ അവസാനിക്കുന്ന അന്ത്യം ദുർബലമായ മുളാരി ക്രിയക്ക് റഫ് നൽകപ്പെടുന്നത് ലൊമ്മത്തെ സങ്കല്പിച്ചുകൊണ്ടാണ്. യഥാദ അവിടെ ഒരു ലൊമ്മിനെ നമുക്ക് കാണുന്നില്ല. അഖ്ഷ അവിടെ ഒരു ലൊമ്മ് ഇല്ല. തൻസ ലിമാദ തൻസ. തദ്നു യസ്ഫു യഅദു ആ വാവിന് ഒരു ലൊമ്മ് നാം കാണുന്നില്ല. അസ്തഹി യാഇന് ലൊമ്മത്തിനെ നാം കാണുന്നില്ല. എന്നാൽ അവിടെ ലൊമ്മ് സങ്കല്പിച്ചുകൊണ്ട് ആണ് അലിഫിലും വാവിലും യായിലും അവസാനിക്കുന്ന അന്ത്യം ദുർബലാക്ഷരം മുളാരി ക്രിയകൾ റഫ് നൽകപ്പെടുന്നത്. ഇവക്ക് ഇഅ്റാബ് പറയുമ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം യതഅദ്ദ, അഖ്ഷ, തൻസ എന്നിവക്ക് ഇഅ്റാബ് പറയുമ്പോൾ ഫിഉലുൻ മുളാരിയുൻ മർഫൂൻ ബിദ്ദമ്മത്തി മുഖദ്ദറത്തിൻ അലൽ അലിഫി. അടുത്ത മൂന്നെണ്ണം തദ്നു, യസ്ഫു, യഅദു എന്നിവക്ക് ഇഅ്റാബ് പറയുമ്പോൾ ഫിഉലുൻ മുളാരിയുൻ മർഫൂൻ ബിദ്ദമ്മത്തി മുഖദ്ദറത്തൻ അലൽ വാവി എന്നും, അടുത്ത മൂന്നെണ്ണത്തിന് ഇഅ്റാബ് പറയുമ്പോൾ അസ്തഹി, യജ്രി, യഅവി ഫിഉലുൻ മുളാരിയുൻ മർഫൂൻ ബിദ്ദമ്മത്തി മുഖദ്ദറത്തൻ അലൽ യാഇ എന്നും പറയുന്നു. ഇനി നമുക്ക് അന്ത്യം ദുർബലമായ മുളാരി ക്രിയക്ക് നെസ്ബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ 3 ഉദാഹരണങ്ങൾ: അവദ്ദു അൻ യതഅദ്ദ അൽ ഉലാമു. 2 യജിബു അൻ അഖ്ഷ അൽ ബർദ. 3 ലൻ തൻസ വഅദക. ഈ 3 ഉദാഹരണങ്ങളിലെ യതഅദ്ദ, അഖ്ഷ, തൻസ എന്നീ മുളാരിയായ ക്രിയകൾക്ക് മുന്നിലായി അൻ എന്നോ ലൻ എന്നോ ഉള്ള നവാസിബിന്റെ അദാത്തുകൾ വന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നവാസിബിന്റെ അദാത്തിന് ശേഷമുള്ള മുളാരിയ ക്രിയക്ക് നെസ്ബ് ചെയ്യണം എന്ന് നാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പ്രകടമായ നിലയ്ക്ക് യതഅദ്ദക്ക് ശേഷം ആ എന്നോ അഖ്ഷ ആ എന്നോ തൻസ ആ എന്നോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള അലിഫിൽ അവസാനിക്കുന്ന മുളാരി ക്രിയക്ക് നെസ്ബ് ചെയ്യപ്പെടുന്നത് അലിഫിൽ ഫത്ഹ് സങ്കല്പിച്ചുകൊണ്ടാണ്. ഇവക്ക് ഇഅ്റാബ് പറയുമ്പോൾ ഫിഉലുൻ മുളാരിയുൻ മൻസൂബുൻ ബിൽ ഫത്ഹി മുഖദ്ദറത്തൻ അലൽ അലിഫി. അലിഫിന് മേൽ ഫത്ഹ് സങ്കല്പിച്ചുകൊണ്ടാണ് അന്ത്യം ദുർബലമായ ഇത്തരത്തിലുള്ള അലിഫിൽ അവസാനിക്കുന്ന മുളാരി ക്രിയകളെ നെസ്ബ് ചെയ്യുക. അടുത്ത 6 ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 4ാമത്തെ ഉദാഹരണം അഖാഫു അൻ തദ്നുവ മിനൽ കബ്ശി. 5 യസുറുനി അൻ യസ്ഫുവ അൽ ജവ്വു. 6 ലൻ യദ്ഉവ അൽ ഹിസാനു. ഈ തദ്നുവ, യസ്ഫുവ, യഅദുവ എന്നീ 3 മുളാരി ക്രിയക്ക് മുൻപായി നവാസിബിന്റെ അദാത്തായ അൻ എന്നും ലൻ എന്നും മുൻകടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാവിൽ അവസാനിക്കുന്ന അന്ത്യം ദുർബലമായ മുളാരി ക്രിയയായ ഇവയുടെ അവസാനത്തെ അക്ഷരം വാവിന് പ്രകടമായ നിലക്ക് തന്നെ നെസ്ബ് നൽകപ്പെട്ടതായി, ഫത്ഹ് നൽകപ്പെട്ടതായി നമുക്ക് കാണാം. അൻ തദ്നു എന്ന് പറയുന്നതിന് പകരം അൻ തദ്നു വ, അൻ യസ്ഫു വ, ലൻ യഅദു വ. വാവിന് പ്രകടമായി ഫത്ഹ് നൽകിയിട്ടുണ്ട്. വാവിൽ അവസാനിക്കുന്ന അന്ത്യം ദുർബലമായ മുളാരി ക്രിയക്ക് നെസ്ബ് ചെയ്യപ്പെടുന്നത് പ്രകടമായ നിലക്കാണ്. ഇവക്ക് ഇഅ്റാബ് പറയുമ്പോൾ തദ്നുവ, യസ്ഫുവ, യഅദുവ ഇവക്ക് ഇഅ്റാബ് പറയുമ്പോൾ ഫിഉലുൻ മുളാരിയുൻ മൻസൂബുൻ നെസ്ബ് ചെയ്യപ്പെട്ട മുളാരിയായ ഫിഉലാണ്. വഅലാമത്തു നസ്ബിഹി അതിന്റെ നെസ്ബിന്റെ അടയാളം അൽ ഫത്ഹത്തുൽ ളാഹിറ പ്രകടമായ ഫത്ഹാണ്. 7, 8, 9 ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ലൻ അസ്തഹിയ അത്ത്വാമ. ഉഹിബ്ബു അൻ യജ്രിയ അൽ മാഉ. ലൻ യഅവിയ അൽ ദിഉബു.
ലൻ അസ്തഹിയ, അൻ യജ്രിയ, ലൻ യഅവിയ. അസ്തഹിയ, യജ്രിയ, യഅവിയ എന്നീ മുളാരിയായ ക്രിയകൾക്ക് മുന്നിലായി നവാസിബിന്റെ അദാത്തായ ലൻ അല്ലെങ്കിൽ അൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവയുടെ അന്ത്യ അക്ഷരത്തിന് യാഇന് പ്രകടമായ നിലക്ക് തന്നെ ഫത്ഹ് നൽകപ്പെട്ടതായി നമുക്ക് കാണാം. അഥവാ യാ എന്ന ദുർബലാക്ഷരത്തിൽ അവസാനിക്കുന്ന മുളാരി ക്രിയകളെ നസ്ബ് ചെയ്യുന്നത് പ്രകടമായ നിലക്കാണ്. ഇവക്ക് ഇഅ്റാബ് പറയുമ്പോൾ ഫിഉലുൻ മുളാരിഉൻ മൻസൂബുൻ വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹത്തു ളാഹിറ. അന്ത്യം ദുർബലമായ ഇത്തരത്തിലുള്ള മുളാരി ക്രിയ നസ്ബ് ചെയ്യപ്പെടുന്നത് വാവിലും യായിലും പ്രകടമായ നിലക്കാണ്. അലിഫിലാണ് എങ്കിൽ, അലിഫിൽ അവസാനിക്കുന്ന അന്ത്യം ദുർബലമായ മുളാരി ക്രിയയാണ് എങ്കിൽ മുഖദ്ദറത്ത് സാങ്കല്പികമായ നിലക്കായിരിക്കും. അന്ത്യം ദുർബലമായ മുളാരി ക്രിയ ജസ്മ് ചെയ്യപ്പെടുന്നത് അന്ത്യത്തിലെ ദുർബലാക്ഷരം കളഞ്ഞാണ്. വാവിലോ യായിലോ അലിഫിലോ അവസാനിക്കുന്ന അന്ത്യം ദുർബലമായ എല്ലാ മുളാരി ക്രിയകളെയും ജസ്മ് ചെയ്യുന്നത് അവയുടെ ആ ദുർബലാക്ഷര ക്രിയയെ അലിഫിനെയോ വാവിനെയോ യായിനെയോ കളഞ്ഞുകൊണ്ടാണ്. ചുവന്ന കളറിൽ അടയാളപ്പെടുത്തിയ അലിഫിൽ അവസാനിക്കുന്ന മുളാരി ക്രിയ ലം യതഅദ്ദ, അക്ക് ശേഷം ഒരു അലിഫ് ഉണ്ടായിരുന്നു. ലം എന്ന അദാത്ത് വന്നപ്പോൾ യതഅദ്ദ ശേഷമുള്ള അലിഫിനെ കളഞ്ഞു. ലം യതഅദ്ദൽ ഉലാമു, ലം അഖ്ശൽ ബർദ, ലാ തൻസ വഅദക, ലാ തൻസ വഅദക. യതഅദ്ദ ദാലിന് ശേഷമുള്ള അലിഫിനെ ലം എന്ന ജവാസിമിന്റെ അദാത്ത് ആ മുളാരിയായ ക്രിയക്ക് മുന്നിൽ വന്നപ്പോൾ ആ അലിഫ് ദാലിന് ശേഷമുള്ള അലിഫ് കളയപ്പെട്ടു. അഖ്ശ, അഖ്ശ എന്നുള്ള അലിഫ് ലം എന്ന ജവാസിമിന്റെ അദാത്ത് വന്നപ്പോൾ, ജസ്മ് നൽകുന്ന അദാത്ത് വന്നപ്പോൾ ആ അലിഫിനെ നാം കളഞ്ഞു. ലാ തൻസ, സാ എന്ന സ്ഥലത്തുള്ള അലിഫിനെ നാം കളഞ്ഞു. തൻസ, ലാ തൻസ, ലാ തൻസ വഅദക. 4, 5, 6 ഉദാഹരണങ്ങൾ. ലാ തദ്നു മിനൽ കബിഷി, ലം യസ്ഫു അൽ ജവ്വു, ലം യഉദ് അൽ ഹിസാനു. വാവിൽ അവസാനിക്കുന്ന മുളാരിയ ക്രിയയായിരുന്നു തദ്നു, യസ്ഫു, യഉദു എന്നിങ്ങനെയായിരുന്നു. എന്നാൽ ഇവക്ക് മുമ്പ് ജവാസിമിന്റെ അദാത്തുകളായ ലായോ ലമ്മോ വന്നപ്പോൾ ആ വാവിനെ നാം കളഞ്ഞു. ലാ തദ്നു മിനൽ കബിഷി, ലം യസ്ഫു അൽ ജവ്വു, ലം യഉദു അൽ ഹിസാനു. ഇവക്ക് ഇഅ്റാബ് പറയുമ്പോൾ ഫിഉലുൻ മുളാരിഉൻ മജ്സൂമുൻ ബി ലാ എന്നോ ബിലം എന്നോ വഅലാമത്തു ജസ്മിഹി ഹദ്ഫുൽ വാവി. അടുത്ത 3 ഉദാഹരണങ്ങൾ 7, 8, 9. ലം അസ്തഹി അത്വാമ, ലം യജ്രി അൽ മാഉ, ലം യഅവി അദ്ദിഉബു. അസ്തഹി, യജ്രി, യഅവി എന്നുള്ള ഹി, രി, വി ഇവക്ക് ശേഷമുള്ള യാഇനെ ലം എന്ന ജവാസിമിന്റെ അദാത്ത് വന്നപ്പോൾ ആ യാഇനെ നാം കളഞ്ഞു. ലം അസ്തഹി അത്വാമ, ലം യജ്രി അൽ മാഉ, ലം യഅവി അദ്ദിഉബു. ഇത്തരത്തിലുള്ള യായിൽ അവസാനിക്കുന്ന അന്ത്യം ദുർബലമായ മുളാരി ക്രിയക്ക് ജസ്മ് ചെയ്യപ്പെടുന്നത് ആ യാഇനെ കളഞ്ഞുകൊണ്ടാണ്. ചുവന്ന കോളത്തിൽ അടയാളപ്പെടുത്തിയ അലിഫിൽ അവസാനിക്കുന്ന അന്ത്യം ദുർബലമായ മുളാരി ക്രിയയെയും വയലറ്റ് കളറിൽ അടയാളപ്പെടുത്തിയ അന്ത്യം ദുർബലമായ വാവിൽ അവസാനിക്കുന്ന മുളാരി ക്രിയയെയും
കറുപ്പ് കളറിൽ നാം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യായിൽ അവസാനിക്കുന്ന മുളാരിയായ ക്രിയകളെയും എല്ലാം ജസ്മ് ചെയ്യുന്നത് അവയുടെ ദുർബലാക്ഷര അക്ഷരത്തെ കളഞ്ഞുകൊണ്ടാണ്. അലിഫിനെയോ വാവിനെയോ യാഇനെയോ കളഞ്ഞുകൊണ്ടാണ് എന്നർത്ഥം. ഇവക്ക് ഇഅ്റാബ് പറയുമ്പോൾ ഫിഉലുൻ മുളാരിഉൻ മജ്സൂമുൻ ബിക്ക് ശേഷം ഏതാണോ അദാത്ത്, ബിലം എന്നോ ലാ എന്നോ, വഅലാമത്ത് ജസ്മിഹി ഹദ്ഫുൽ അലിഫി, അലിഫിൽ അവസാനിക്കുന്ന പദമാണെങ്കിൽ ഹദ്ഫുൽ അലിഫി, വാവിൽ അവസാനിക്കുന്നതാണെങ്കിൽ ഹദ്ഫുൽ വാവി, യായിൽ അവസാനിക്കുന്നതാണ് എങ്കിൽ ഹദ്ഫുൽ യാഇ എന്നും ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. See me with the next video. Ma'assalama. Assalamu alaikum wa rahmatullahi wa barakatuh.